എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാൻ ഉള്ളത്. എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 22 വാക്യം. 22 വാക്യം ഞാൻ വായിക്കുന്നു. വിശ്വാസാൽ യോസേപ്പ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. യോസേപ്പ് മിസ്രൈമിൽ മന്ത്രിയായിരുന്നു എന്ന് നമുക്കറിയാം. യോസേപ്പ് മിസ്രൈമിൽ അടിമയായിട്ടാണ് വന്നത്. മിസ്രൈമിലുള്ള എല്ലാ ഇസ്രായേലും മിസ്രൈമിയുടെ അടിമത്തത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നതെന്നും യോസേപ്പിന് അറിയാം. എന്നാൽ തൻ്റെ വലിയപ്പനായ അബ്രഹാമിനോട്, വലിയപ്പന്റെ അപ്പനായ അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്വവും യോസേപ്പിന് അറിയാം. അബ്രഹാമിനോട് ദൈവം ചെയ്തിരുന്ന വാഗ്ദത്വം, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായി പാർക്കേണ്ടി വരും. 4-ാം തലമുറ അവിടെ നിന്ന് വിടുവിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത കാര്യം യോസേപ്പിന് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്ന് മാത്രമല്ല, ദൈവം അരുളി ചെയ്തത് ദൈവം നിവർത്തിക്കും എന്ന് യോസേപ്പിന്റെ സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്ന് യോസേപ്പിന് വളരെ കൃത്യമായിട്ട് അറിയാം. യോസേപ്പിന്റെ സ്വപ്നത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ. യോസേപ്പിന്റെ ദൈവം ഒരു സ്വപ്നം കൊടുത്തിരുന്നു. കറ്റ കെട്ടുമ്പോൾ, വയലിൽ ആയിരിക്കുമ്പോൾ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 11 കറ്റകള് യോസേപ്പിന്റെ കറ്റയെ നമസ്കരിക്കുന്നതെന്നും സൂര്യനും ചന്ദ്രനും നക്ഷത്രവും, ഈ നക്ഷത്രങ്ങള് യോസേപ്പിന്റെ സഹോദരന്മാരാണെന്നും അപ്പനും അമ്മയും ഒക്കെയാണെന്നും അവര് യോസേപ്പിനെ നമസ്കരിക്കുന്നതായിട്ട് ഈ കാര്യങ്ങളെല്ലാം ദൈവം യോസേപ്പിനെ കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ ദൈവം ഈ കാണിച്ചു കൊടുത്ത പോലെ തന്നെ ദൈവം യോസേപ്പിനെ അരുളി ചെയ്ത പോലെ തന്നെ തന്റെ ജീവിതത്തിൽ ദൈവം അത് നിവർത്തിച്ചു എന്നുള്ള സത്യം യോസേപ്പിന് അറിയാവുന്നതുകൊണ്ടും ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിക്കും എന്ന് തന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും യോസേപ്പിന് അറിയാവുന്നത് കൊണ്ടും യോസേപ്പ് ഇസ്രായേൽ ജനത്തോട് തന്റെ മരണത്തിന്റെ സമയത്ത് ഒരു കൽപ്പന കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരെ വിളിച്ച് യോസേപ്പിന്റെ 2 മക്കൾ യോസേപ്പിന് ഉണ്ട്, മനശ്ശെ, എഫ്രയീം. ഈ മനശ്ശെയുടെ എഫ്രയീമിന്റെ അർത്ഥം നമുക്കറിയാം. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്നും എന്റെ പിതൃഭവനത്തെയൊക്കെയും ദൈവം മറക്കുമാറാക്കി എന്നും ആണ് മനശ്ശെയെന്നും എഫ്രയീമെന്നും ഉള്ള വാക്കിന്റെ ആ പേരിന്റെ അർത്ഥം. തന്റെ സഹോദരന്മാര് തന്നോട് ചെയ്ത എല്ലാ കാര്യങ്ങളും യോസേപ്പ് മറക്കുവാനിടയായി. ആഹാര സമ്പാദനത്തിന് വേണ്ടി യോസേപ്പിന്റെ അടുത്ത് ചെന്ന സഹോദരന്മാർ യോസേപ്പ് തങ്ങൾ മിസ്രൈമിലേക്ക് വിട്ടുകളഞ്ഞ സഹോദരനാണ് എന്നുള്ള ബോധ്യം, അറിവ് മറ്റു സഹോദരന്മാർക്ക് ലഭിച്ചപ്പോൾ ആ സഹോദരന്മാര് വളരെ ഭയപ്പെട്ടതായി നാം കാണുന്നുണ്ട്. എന്നാൽ അവരെ യോസേപ്പ് ആശ്വസിപ്പിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ അയച്ചതാണെന്നുള്ള യോസേപ്പിന്റെ ആ പ്രഖ്യാപനം, സഹോദരന്മാരുള്ള ആ ആശ്വാസവാക്കുകൾ നമുക്ക് കാണുന്നുണ്ട്. അപ്പോ സഹോദരന്മാർ തന്നോട് ചെയ്ത എല്ലാ കാര്യങ്ങളും മറക്കുവാൻ തക്കവണ്ണം ദൈവം യോസേപ്പിനെ പ്രാപ്തനാക്കി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന പല കാര്യങ്ങളും യോസേപ്പ് മറന്നുപോലെ മറക്കുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തി പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. വർഷങ്ങൾ കഴിഞ്ഞാലും കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഇന്നയാൾ ഇന്ന പോലെ എന്നോട് ചെയ്തില്ലേ എന്നുള്ള ആ ഓർമ്മ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ അനേകര്, ദൈവമക്കളായി തീർന്നവർ പോലും അനേകരുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തമായി
അങ്ങനെയുള്ള ആളുകളുടെ മുൻപിൽ ദൈവം യോസേപ്പിനെ നിർത്തിയിരിക്കും. യോസേപ്പ് 4-ാം തലമുറ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെടും എന്നുള്ള സത്യം യോസേപ്പിന് അറിയാവുന്നതുകൊണ്ട് ഇസ്രായേൽ മക്കളെ യോസേപ്പ് തന്റെ മരണത്തിന്റെ സമയത്ത് വിളിച്ചു വരുത്തി അവരോട് ഇങ്ങനെ പറഞ്ഞു കാണും, ദൈവം തീർച്ചയായും നമ്മളെ ഇവിടെ നിന്ന് വിടുവിക്കും. ദൈവം ഇവിടെ നിന്ന് ഒരു കുളമ്പടി പോലും പിന്നെ ശേഷിപ്പിക്കാതെ വിടുവിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അന്ന് ഞാൻ ജീവനോട് ഇല്ല, പക്ഷെ എൻ്റെ അസ്ഥികൾ ഉണ്ട്. എൻ്റെ അസ്ഥികൾ നിങ്ങൾ ഈ മിസ്രൈം ദേശത്ത് മറവ് ചെയ്യാതെ ആ കനാലിലേക്ക് നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അസ്ഥികളും കൂടെ കൊണ്ടുപോകണം എന്ന് യോസേപ്പ് ഇസ്രായേൽ ജനത്തിന് കൽപ്പന കൊടുത്തു. 23-ാമത്തെ വാക്യം വായിക്കുന്നു. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർക്ക് തോന്നി. ശിശു സുന്ദരൻ എന്നുള്ള ആ പരാമർശം നമ്മൾ ഇംഗ്ലീഷ് പരിഭാഷയിൽ വായിക്കുമ്പോൾ ഹി വാസ് ലവ്ലി ഇൻ ദി സൈറ്റ് ഓഫ് ഗോഡ് എന്ന് നമ്മൾ വായിക്കും. ദൈവത്തിന്റെ ദൃഷ്ടി, ദൈവത്തിന്റെ കാഴ്ചപ്പാട്, ദൈവം നോക്കുമ്പോൾ ഹി വാസ് ലവ്ലി ഇൻ ദി സൈറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ മോശ സുന്ദരനായി. നമ്മൾ ഒരു ഭാഗത്ത് വായിക്കുന്ന മോശ കാഴ്ചയ്ക്ക് ദിവ്യസുന്ദരനായിരുന്നു. ദിവ്യസുന്ദരൻ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഹി വാസ് ലവ്ലി ഇൻ ദി സൈറ്റ് ഓഫ് ഗോഡ് എന്ന് എഴുതി. അപ്പൊ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മോശ സുന്ദരനായിരുന്നു. ആ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സുന്ദരനായിരിക്കുന്ന മോശ ജനിച്ചപ്പോൾ തന്നെ അമ്മയപ്പന്മാർക്കും ഈ കുഞ്ഞ് ഒരു ദിവ്യത്വമുള്ള സുന്ദരനായി അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ 3 മാസം അവനെ ഒളിപ്പിച്ചു. അന്ന് രാജാവിന്റെ കർത്തവ്യമായ കൽപ്പന ഉണ്ടായിരുന്നു. ഇസ്രായേൽ സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്ത് ആ പ്രസവിക്കുന്ന ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ കൊന്നുകളയണമെന്ന് സൂതകർമ്മിണികൾക്ക് കൽപ്പന ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് അതിന് മനസ്സില്ലാതിരുന്നതുകൊണ്ട് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളൊക്കെ നൈൽ നദിയിൽ എറിഞ്ഞു കളയണം എന്നൊരു കൽപ്പന. ആ കൽപ്പന നിലനിൽക്കുന്ന സമയത്താണ് മോശ ജനിച്ചത്. മോശ ജനിച്ചപ്പോ യഥാർത്ഥത്തിൽ രാജാവിന്റെ കൽപ്പന പ്രകാരം മോശയെ നൈൽ നദിയിൽ എറിഞ്ഞു കളയേണ്ടതായിരുന്നു. എന്നാൽ മോശയെ അപ്പനും മാതാപിതാക്കൾ നോക്കിയപ്പോൾ മോശയിൽ എന്തോ ദിവ്യത്വം അവർക്ക് കാണാൻ കഴിഞ്ഞു. ദിവ്യസുന്ദരനായിരുന്നു. അതുകൊണ്ട് ഈ അമ്മയപ്പന്മാർ മോശയെ 3 മാസം ഒളിപ്പിച്ചു. മോശ ജനിച്ച് 8 ദിവസമായപ്പോൾ മോശ പരിച്ഛേദന കഴിഞ്ഞു. അബ്രഹാമിന് ദൈവം കൊടുത്ത ഇസ്രായേലിന്റെ പ്രമാണപ്രകാരം ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങൾക്ക് 8 ദിവസം പ്രായമാകുമ്പോൾ അവരെ പരിച്ഛേദന കഴിക്കണമാണ്. അങ്ങനെ മോശ പരിച്ഛേദന ഏറ്റിരുന്നത് കൊണ്ടാണ് ഫറവോന്റെ പുത്രി മോശ കുഞ്ഞിനെ കണ്ടെത്തിയപ്പോൾ ഫറവോന്റെ പുത്രിക്ക് മനസ്സിലായി ഇതൊരു എബ്രായ ബാലനാണ്. ഇവിടെയുള്ള ഒരു ആത്മീയ അർത്ഥം നമ്മൾ ഗ്രഹിക്കേണ്ടത്, ഒരുവൻ പരിച്ഛേദന ഏറ്റാൽ ആ പരിച്ഛേദന ഏറ്റവനെ ഒരു അന്യജാതിയിൽപ്പെട്ട ഒരുത്തൻ കണ്ടാൽ പോലും ഇവൻ പരിച്ഛേദന ഏറ്റവനാണ് എന്നുള്ള ബോധ്യം വരും. അത് മറ്റാരും പറയാതെ ഫറവോന്റെ പുത്രിക്ക് മനസ്സിലായി ഈ മോശ ഒരു എബ്രായ ബാലനാണ്. എബ്രായ ബാലനാണ് മോശ എന്ന് മനസ്സിലാക്കിയത് ഒറ്റ കാരണം കൊണ്ടാണ്. ആ കാരണം, ആ എബ്രായ ബാലനെ, ആ കുഞ്ഞിനെ, 3 മാസം പ്രായമുള്ള ആ കുഞ്ഞിനെ ഫറവോന്റെ പുത്രി നോക്കിയപ്പോൾ പരിച്ഛേദന എന്ന നിയമം അവന്റെ ശരീരത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഫറവോന്റെ പുത്രിക്ക് പോലും മനസ്സിലായി ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ എബ്രായ ബാലൻ, ഇവനൊരു പരിച്ഛേദന ഏറ്റവനാണ്. ഒരുവൻ പരിച്ഛേദന ഏറ്റാൽ
ആർക്കും ആ പരിച്ഛേദന ഗ്രഹിക്കത്തക്ക രീതിയിൽ ആയിരിക്കണം എന്നതാണ് ദൈവത്തിന്റെ താല്പര്യം. ആ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ അത് എന്താണെന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ മനസ്സിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ ഹൃദയ പരിച്ഛേദന എത്ര പരിച്ഛേദന, കൈകൊണ്ടുള്ള പരിച്ഛേദന അല്ല, ഹൃദയ പരിച്ഛേദന എത്ര പരിച്ഛേദന, അവർക്ക് മനുഷ്യനല്ല ദൈവത്തെ തന്റെ പുകഴ്ച ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം കാണുന്നു. അപ്പൊ ഇന്ന് ആ പരിച്ഛേദന എന്ന് പറയുന്നത് മാനസാന്തരമാണ്. അപ്പം മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യനെ ലോകത്തിലുള്ള ഏത് മനുഷ്യൻ കണ്ടാലും അവൻ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും, ഇവൻ മാനസാന്തരപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഇവൻ പരിച്ഛേദന ഏറ്റവനാണ് എന്നുള്ള ആ സത്യം ഗ്രഹിക്കാൻ കഴിയും. ഈ മോശ കാഴ്ചയ്ക്ക് ദിവ്യസുന്ദരനായിരുന്നു. അതുകൊണ്ട് 3 മാസം മാതാപിതാക്കൾ അവനെ ആ 3 മാസം ഒളിപ്പിച്ച് വെച്ച് തന്നെ വളരെ കഷ്ടപ്പെട്ടായിരിക്കും. ഒരു കുഞ്ഞ് ജനിച്ചാൽ നമുക്കറിയാം, 3 മാസം പ്രായമുള്ള കുഞ്ഞ് കുറച്ച് ഉണ്ടാക്കി കരയാൻ തുടങ്ങും. നല്ലപോലെ കരയാൻ തുടങ്ങും. അയൽപക്കത്തുള്ള അയൽവക്കാർക്ക് അറിയാൻ കഴിയും ഇവിടെ ഒരു ചെറിയ കുഞ്ഞുണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഭയങ്കരമായ പ്രയാസത്തിൽ കൂടെ അവര് വളരെ കഷ്ടിച്ച് 3 മാസം ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. പരിച്ഛേദന ഏറ്റ ഒരുവന് ഒളിഞ്ഞിരിക്കാൻ കഴിയുന്ന ഒരു കാലാവധി, ഇവിടുത്തെ കാലാവധി അനുസരിച്ചാണ് നമുക്ക് ഒരു 3 മാസം. അതിന്റെ അപ്പുറത്ത് ഒളിപ്പിച്ചു വെക്കാൻ കഴിയത്തില്ല. ഒരുത്തൻ മാനസാന്തരപ്പെട്ടാൽ, ഒരുത്തന് വീണ്ടും ജനിച്ചാൽ, ഒരുവൻ ദൈവമകനായി തീർന്നാൽ, അവൻ എത്ര കാലം അങ്ങനെ അത് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കാൻ കഴിയും? അധികം കാലം മറച്ചു പിടിക്കാൻ കഴിയത്തില്ല. ഒരുത്തൻ മാനസാന്തരപ്പെട്ടാൽ, വീണ്ടും ജനിച്ചാൽ, ദൈവമകനായി തീർന്നാൽ, അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് അത് മറച്ചു പിടിക്കാൻ കഴിയുന്ന കാലം, ഒരുപാട് കാലം മറച്ചു പിടിക്കാൻ പറ്റത്തില്ല. ഇവിടെ മോശയ്ക്കും അതുപോലെ 3 മാസം അവനെ ഒളിപ്പിച്ചു വെച്ചു. അടുത്ത ഭാഗം വായിക്കുന്നത്, രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. മോശ വളർന്നപ്പോൾ, അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് 24-ാമത്തെ വാക്യത്തില്, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ. വിശ്വാസത്തില് നമ്മൾ വളരുമ്പോൾ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് അനുസൃതമായ തെരഞ്ഞെടുപ്പുകളുടെ മുമ്പിൽ നാം എത്താറുണ്ട്. ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും എല്ലാ മനുഷ്യരും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു. രാവിലെ എഴുന്നേറ്റാല് ഒരു വീട്ടമ്മയാണെങ്കിൽ ആ വീട്ടമ്മ ഒരു തെരഞ്ഞെടുപ്പിനെ, ഒന്നല്ല പല തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. അന്ന് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കിയത് എന്താണെന്ന് ഒരു തെരഞ്ഞെടുപ്പ്. അതല്ല അന്ന് ചായയാണോ കാപ്പിയാണോ ഉണ്ടാക്കേണ്ടതെന്ന് ഒരു തെരഞ്ഞെടുപ്പ്. ഗ്യാസ് ആണോ വിറകാണോ കത്തിക്കേണ്ടതെന്ന തെരഞ്ഞെടുപ്പ്. ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പുകൾ എല്ലാ സമയത്തും എല്ലാ മനുഷ്യരും ചെറുതോ വലുതോ ആയ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ലളിതമെന്ന് തോന്നുന്നവയാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പുകൾ എല്ലാ സമയത്തും എല്ലാ മനുഷ്യരും തെരഞ്ഞെടുക്കേണ്ടി വരുന്നു, തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു. ഇവിടെ വിശ്വാസത്തിൽ മോശ വളർന്നു. വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ മോശയും ഇതുപോലൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കണം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ മോശ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലെത്തി. ആ തെരഞ്ഞെടുപ്പ് എന്താണ്? പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനങ്ങളോട് കഷ്ടം അനുഭവിക്കുന്ന തെരഞ്ഞെടുപ്പ്. പാപത്തിന് ഒരു രസമുണ്ട്. പാപത്തിന് തൽക്കാല ഭോഗം എന്നൊക്കെ പറയുമ്പോൾ പാപത്തിന്റെ രസം, പാപത്തിന്റെ രസം എന്ന് പറയുന്ന കാര്യം, നമുക്ക് ആ രസം നമുക്ക് തൊടാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. അത് നേരെ മറിച്ച് നമ്മുടെ മനസ്സിന് ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഈ രസം. ഇപ്പോ ഉദാഹരണത്തിന് നമ്മള് നല്ല ദാഹമുള്ളപ്പോ ഒരു ഗ്ലാസ് ഐസ് വാട്ടർ കുടിക്കുന്നു. നല്ല ദാഹിച്ച് പൊരിച്ചിരിക്കും, ഒരു ഗ്ലാസ് ഐസ് വാട്ടർ കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസം തോന്നാറുണ്ട്. ആ തോന്നുന്ന കാര്യം നമുക്ക് തൊടാൻ പറ്റത്തില്ല,
വേറൊരാളോട് പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റത്തില്ല എന്തായിരുന്നു ആ സുഖം എന്നുള്ളത്. പക്ഷെ നമ്മളത് അനുഭവിച്ചു എന്നതുപോലെ പാപം ചെയ്യുന്ന മനുഷ്യൻ ഒരു സുഖം അനുഭവിക്കുന്നു. ആ സുഖം അനുഭവിക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പാപം ചെയ്യാനുള്ള താല്പര്യം മനുഷ്യനിൽ ഉണ്ടാകുന്നത്. നേരെ മറിച്ച് പാപം ചെയ്യുമ്പോൾ അവന് ഭയങ്കര വിരക്തിയോ അല്ലെങ്കിൽ ഭീതിയോ അല്ലെങ്കിൽ നിരാശയോ ഒക്കെയാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ പാപം പിന്നെ തുടർന്ന് ചെയ്യാൻ അവന് താല്പര്യം കാണത്തില്ല. എന്നാൽ പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട്. ആ സുഖമുള്ളതുകൊണ്ട് പാപം ചെയ്യും. നമ്മൾ ഉൽപ്പത്തി പുസ്തകം ആദ്യ അവ്വായുടെ സംഭവം തന്നെ പരിശോധിക്കുമ്പോൾ അവൾ ആ പഴം കണ്ടു. ആ പഴം കണ്ടിട്ട് അവൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് തിന്നാൻ നല്ല രസമുണ്ട്. ആ തിന്നുമ്പം ഉണ്ടാകുന്ന ആ രസം, ആ സുഖം, ആ രസമാണ് ഇവളെ ഈ പഴം പറിച്ച് തിന്നാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം. എന്നതുപോലെ പാപം ചെയ്യുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഒരു സുഖമുണ്ട്. അതാണ് മനുഷ്യനെ കൊണ്ട് വീണ്ടും പാപം ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ മോശ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലെത്തി. എന്ത് തെരഞ്ഞെടുക്കും? ഇങ്ങനെ നമുക്ക് വേണേൽ ചിന്തിക്കാം. മോശ ഇപ്പൊ ഒരു കവലയിലെത്തി. 2 വഴികളുണ്ട്, എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഏത് വഴി തെരഞ്ഞെടുക്കും? മോശ ആലോചിച്ചു, ചിന്തിച്ചു. മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ആ മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിൽ മോശ ഒരു കാര്യം തിരഞ്ഞെടുത്തു, പാപത്തിന്റെ തൽക്കാലത്തെ ഈ സുഖം എനിക്ക് വേണ്ട. പിന്നെന്ത് വേണം? പിന്നെ അവശേഷിക്കുന്ന ഒറ്റ വഴിയുള്ളൂ, ദൈവജനങ്ങളോടുകൂടെ കഷ്ടം അനുഭവിക്കുക. അപ്പൊ മോശയുടെ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ മോശ വന്നപ്പോൾ മോശ തെരഞ്ഞെടുത്തത് പാപത്തിന് തൽക്കാല ഭോഗം വേണ്ട, പാപത്തിന് തൽക്കാലത്തെ രസം വേണ്ട, പാപത്തിന് തൽക്കാലത്തെ ആ തിന്നുമ്പോഴുള്ള ആ സുഖം അത് വേണ്ട. നേരെ മറിച്ച് ദൈവജനങ്ങളോട് കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. നാമും എല്ലാ സമയത്തും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നാമും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ എത്താറുണ്ട്. ഏതും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കർത്താവ് യേശു ഈ ഭൂമിയിലായിരുന്നു. യേശുക്രിസ്തു ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിനെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്നതിനെ കുറിച്ച് യേശു പറയുകയുണ്ടായി. ആ 2 വഴികളെ കാണിച്ചിട്ടാണ് യേശു പറഞ്ഞു. ഒന്ന് വിശാലമായ വഴിയാണ്, ഒന്ന് ഇടുക്കമുള്ള വഴിയാണ്. ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. യേശുക്രിസ്തു അല്ല ദൈവം ആരെയും ഫോഴ്സ് ചെലുത്തി ഒരു വഴിയിലേക്കും തിരിക്കുന്നില്ല. അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഒരു വഴിയുടെ അവസാനം മരണമാണ്, നിത്യനാശമാണ്, നിത്യനരകമാണ്. അത് വിശാലമായ വഴിയാണ്. എന്നാൽ വേറൊരു വഴിയുണ്ട്, അത് വളരെ ഇടുങ്ങിയതാണ്, ഞെരുങ്ങിയതാണ്, പ്രയാസമുള്ളതാണ് അതിലെ കടന്നു പോകാൻ. എന്നാൽ അതിന്റെ അവസാനം നിത്യജീവനാണ്, ദൈവരാജ്യം. തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. നമുക്ക് ഏതും തെരഞ്ഞെടുക്കും. മോശ ഇവിടെ തെരഞ്ഞെടുത്തു പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനങ്ങളോട് കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ഇനി അടുത്ത ഭാഗം വായിക്കുന്നു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. അപ്പോ ഈ 2 തെരഞ്ഞെടുപ്പുകൾക്കും പ്രതിഫലമുണ്ട് എന്ന് മോശയ്ക്ക് മനസ്സിലായി. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഈ 2 വഴിയുടെ അവസാനത്തിൽ ഒരു പ്രതിഫലമുണ്ട്. ഒന്നിന്റെ പ്രതിഫലം നിത്യജീവനാണ്, ഒന്നിന്റെ നിത്യനാശമാണ്. എന്ന് പറഞ്ഞാൽ മോശ ഈ വഴി തെരഞ്ഞെടുത്തപ്പം മോശയ്ക്ക് ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോശ തെരഞ്ഞെടുക്കുന്നത്. ആ ബോധ്യം ഇതായിരുന്നു: പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നത് നിരസിച്ചിട്ട് ക്രിസ്തുവിനെ നിന്ന് വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. അപ്പോ ഒരു പ്രതിഫലമുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, നിശ്ചയമായിട്ടും നീതിമാന്മാർക്കും നീതി കെട്ടവർക്കും ഒരു പ്രതിഫലമുണ്ട്. അപ്പൊ ആ പ്രതിഫലം പ്രാപിക്കുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ലോക ജീവിതത്തിലെ നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ ജീവിതത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമുക്ക്
ആ പ്രതിഫലം ലഭിക്കും. ഇവിടെ മോശ പ്രതിഫലം നോക്കിയപ്പോൾ മോശയ്ക്ക് മനസ്സിലായി ദൈവജനങ്ങളോട് കഷ്ടം അനുഭവിക്കുന്നുള്ള പ്രതിഫലം അല്ല, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നത് കൊണ്ടുള്ള പ്രതിഫലം. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് ഉള്ള വിളി കൊണ്ട് മോശയ്ക്ക് മനസ്സിലായി ഒരുപക്ഷെ അടുത്ത ഫറവോനായി ഈ മുഴു മിസ്രൈമിന്റെ അധികാരിയായി ഭരിക്കാൻ കഴിയും. എന്നാൽ അതിന്റെ അവസാനം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഭൂമിയിൽ ഇന്ന് ഇസ്രായേലിൽ കാണുന്ന പോലെ ഒരു ഫറവോന്റെ ശവകുടീരം ഒരുപക്ഷെ മോശയുടെ ശവകുടീരമായി അവിടെ ബാക്കി വന്നേനെ. മോശയും അവിടെ ഒരു ദിവസം മരിക്കും. ഒരു ഫറവോനായി അല്ല ഒരു ഫറവോന്റെ പുത്രിയുടെ മകൻ ആയതുകൊണ്ട് അടുത്ത ഫറവോ ആയി മിസ്രൈമിനെ ഭരിക്കാൻ ഇടയുണ്ട്. അങ്ങനെ ഭരിച്ച് എന്തെങ്കിലും ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോൾ അവന് വേണ്ടി അവിടെ ഒരു കല്ലറ പണിയും. അത് ഇന്നത്തെ നമ്മൾ കാണുന്ന പോലത്തെ മിസ്രൈമിലെ ഫറവോ രാജാക്കന്മാരുടെ ടോംബ് നമ്മൾ ലോകത്തിലെ മഹാ അത്ഭുതങ്ങളായിട്ട് ഇന്ന് വിശേഷിക്കുന്ന ഇതുപോലത്തെ ഒരു ശേഷിപ്പ് ഫറവോന്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ എന്നാൽ ഫറവോൻ ഒരു കാര്യം, ഫറവോന്റെ ഈ കല്ലറയല്ല മോശ ആഗ്രഹിച്ചത്. ഈ ലോകത്തിന്റെ അപ്പുറം, ഈ ജീവിതത്തിന്റെ അപ്പുറം നിത്യതയിൽ തനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോ മോശയ്ക്ക് മനസ്സിലായത് ഈ തെരഞ്ഞെടുപ്പ് ആണ് അതിന് നിതാന്തമാണ്. ഇപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് എന്ത് തെരഞ്ഞെടുക്കുന്നോ ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ് നിത്യതയിൽ അവകാശം പ്രാപിക്കാൻ പ്രാപ്തമാകുന്നത്. അതുകൊണ്ട് മോശ എന്ത് ചെയ്തു? ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നത് നിരസിച്ചു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ദൈവജനങ്ങളോട് കഷ്ടമനുഭവിക്കുക തിരഞ്ഞെടുത്തു. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കുന്ന ഒരു കാര്യം, വാസ്തവത്തിൽ മോശയുടെ കാലത്ത് ഐഹികമായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ടില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണി. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്കപ്പുറത്താണ് ഈ ലോകത്തിൽ വന്നതെന്നുള്ള സത്യം ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വിശ്വാസവും ദൈവമക്കളാണ്, നമുക്ക് എല്ലാവർക്കും അത് അറിയുകയും ചെയ്യും. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 2000 വർഷത്തിനപ്പുറത്ത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യമായിരിക്കും തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ടവനെന്ന്. വെളിപ്പാട് നമ്മൾ വായിക്കുന്നു, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് രണ്ടാമത്തെ മരണം. അപ്പോ യേശുക്രിസ്തു 2000 വർഷം മുൻപാണ് ഈ ഭൂമിയിൽ വന്നത് എങ്കിൽ ആ യേശുക്രിസ്തു ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടവനാണ്. അപ്പൊ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടവനാണ് ആ ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തു എന്നതുകൊണ്ട് ഇവിടെ ഈ മോശ പറയുന്നു, മോശ ചിന്തിക്കുന്നു, മോശ ഗ്രഹിക്കുന്നു, മോശ മനസ്സിലാക്കുന്നു, ക്രിസ്തുവിന്റെ നിന്നയാണ് വലിയ ധനം. അന്ന് ക്രിസ്തു ഐഹികമായി ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു. മോശ വിശ്വാസത്താൽ ആ സത്യം കണ്ടു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നത് എന്ന് മാത്രമല്ല, യേശു ക്രിസ്തു മുഖാന്തരം അല്ലാതെ ആർക്കും ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ കഴിയത്തില്ലെന്നും ദൈവമായിട്ട് അടുക്കാൻ കഴിയത്തില്ലെന്നും. കാരണം ഏതൻ തോട്ടത്തിൽ വെച്ച് ആദാം പാപം ചെയ്തപ്പോൾ എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് മനുഷ്യൻ സെപ്പറേറ്റ് ആയിപ്പോയി, വേർപെട്ടു പോയി എന്നുള്ള സത്യം മോശയ്ക്കറിയാം. എന്നാൽ ആ മനുഷ്യൻ ആരെങ്കിലും, മോശയാകട്ടെ, അബ്രഹാമാകട്ടെ, യാക്കോബാകട്ടെ, ആരെങ്കിലും ദൈവമായിട്ട് അടുക്കണമെങ്കിൽ, ദൈവത്തിന് അവരുമായി സംസർഗം ചെയ്യണമെങ്കിൽ അത് യേശു ക്രിസ്തു എന്ന അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് മുഖാന്തരം മാത്രമേ കഴിയൂ എന്നുള്ള സത്യം മോശയ്ക്ക് അറിയാവുന്നതുകൊണ്ട് മോശ പറയുന്നു, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്ന മോശ തെരഞ്ഞെടുത്തു. ഇനി അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു, 26-ാമത്തെ വാക്യം, അല്ല 27-ാമത്തെ വാക്യം.
വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. ഈ രാജാവിന്റെ കോപം ഈ മോശയുടെ മേൽ ഉണ്ടാകാനുള്ള കാരണം സംഭവം നമുക്ക് അറിയാമെന്ന് ഞാൻ ചിന്തിക്കും. മോശ ഒരു ദിവസം തന്റെ സഹോദരന്മാരെ കാണാൻ വേണ്ടി കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി പോയപ്പോൾ താൻ ഇങ്ങനെ ചുറ്റി നടന്ന് നോക്കിയപ്പോൾ ഒരു മിസ്രയീമ്യൻ ഒരു ഇസ്രായേലിനെ അടിക്കുന്നത് കണ്ടു, ഉപദ്രവിക്കുന്നത്. ഉടനെ മോശ അവിടെ അടുത്ത് ചെന്നു. ഈ ഇസ്രായേലിനെ ഉപദ്രവിച്ച മിസ്രയീമിനെ ഒറ്റ അടിക്ക് അടിച്ച് കൊന്നിട്ട് മണലിൽ കുഴിച്ചിട്ടു. മണൽ ആരും കാണാതെ കുഴിച്ചു. പിറ്റേ ദിവസവും അതുപോലെ മോശ ഇറങ്ങി പോയപ്പോൾ രണ്ട് ഇസ്രായേൽ മക്കൾ തമ്മിൽ കലഹമുണ്ടാകും, വഴക്കുണ്ടാകും. ഉടനെ മോശ അവരെ ആശ്വസിപ്പിച്ചു, അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ സഹോദരന്മാരല്ലേ പറഞ്ഞിങ്ങനെ അവരെ വേർതിരിക്കാൻ നോക്കിയപ്പോൾ അതിൽ ഒരുത്തൻ പറയുന്നു, നീ ഇന്നലെ മിസ്രൈമിനെ കൊന്ന പോലെ ഞങ്ങളെ കൊല്ലാൻ വന്നതാണ്, നിന്നെ ഞങ്ങൾക്ക് അധികാരിയും രക്ഷകനും ഒക്കെ ആക്കി വെച്ചത് ആരാണ് എന്ന് ചോദിക്കുന്നു. അപ്പം മോശ ഒരു കാര്യം മനസ്സിലായി, ഈ കാര്യം രഹസ്യമായിട്ടാണ് മോശ ചെയ്തതെങ്കിലും ഇത് പരസ്യമായി പോകുന്നുണ്ടല്ലോ. ഈ കാര്യം രാജാവിന്റെ അടുക്കൽ എത്തിയപ്പോൾ രാജാവ് ഈ മോശയെ കൊല്ലാൻ ഭാവിച്ചു. മോശയോട് രാജാവിന് എന്തെന്നില്ലാത്ത വൈരാഗ്യമുണ്ടായി, വാശിയുണ്ടായി. മോശയെ കൊല്ലാൻ വേണ്ടി രാജാവ് താല്പര്യപ്പെട്ടു. അപ്പൊ ഈ രാജാവിന് കോപം ജനിക്കത്തക്ക രീതിയിൽ ഒരു മിസ്രൈമിനെ കൊല്ലുവാൻ മോശയ്ക്ക് ഇടയായി. അതുകൊണ്ട് മിസ്രൈം രാജാവായ ഫറവോന് മോശയോട് കോപമുണ്ടായി. ആ കോപത്തെ മൈൻഡ് ചെയ്യാതെ, ആ കോപത്തെ ഗൗനിക്കാതെ, ആ കോപത്തെ നിരസിച്ചുകൊണ്ട് ഈ മോശ മിസ്രൈം വിട്ടു പോന്നു. മിസ്രൈം വിട്ട് നേരെ പോയത് മിദ്യാനിലേക്കാണ്. അപ്പൊ ഈ മോശ ഇസ്രായേലിനെ രക്ഷിക്കണം എന്നുള്ള ഒരു തോന്നല് മോശയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. നമ്മുടെ ദൈവത്തിന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ, ഒരുവൻ എന്തായി തീരും എന്ന് ബാല്യത്തിലെ തന്നെ ഉള്ള അവന്റെ ക്രിയകളാൽ അറിയാം. ഒരു വചനം നമ്മൾ വായിക്കുന്നു. അപ്പോ ഒരുവൻ എന്തായി തീരുമെന്ന് ചെറുപ്പത്തിലെ തന്നെ അവന്റെ ക്രിയകൾ എന്തൊക്കെയാണെന്ന് നാം മനസ്സിലാക്കിയാൽ നമുക്കറിയാം ഭാവിയിൽ അവൻ എന്തായി തീരും. അപ്പോ മോശയ്ക്ക് ഇസ്രായേലിനെ വെടിവെക്കണം എന്നുള്ള ആഗ്രഹം മോശയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. അവൻ എന്തായി തീരും എന്നുള്ളത് മോശയുടെ ഈ പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. നമ്മൾ കാണുന്നു, ഈ ഇസ്രായേലിനെ ഉപദ്രവിച്ച മിസ്രൈമിനെ കൊന്ന് അങ്ങനെ ഇസ്രായേലിനെ രക്ഷിക്കാൻ കഴിയും എന്നാണ് മോശ വിചാരിച്ചത്. എന്നാൽ അങ്ങനെയല്ല ഇസ്രായേലിനെ രക്ഷിക്കാൻ കഴിയുന്നത് എന്ന് 40 വർഷത്തെ മിദ്യാനിലെ ആട് തീറ്റൽ കൊണ്ടാണ് ദൈവം മോശയ്ക്ക് അത് മനസ്സിലാക്കിയത്. 40 വർഷത്തിന് ശേഷം ദൈവം എന്ത് താല്പര്യമാണോ മോശയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്, അതേ താല്പര്യത്തിന് വേണ്ടി മോശയുടെ കാഴ്ചപ്പാട് പ്രകാരമല്ല, മോശയുടെ വഴിയിൽ കൂടെയല്ല, ദൈവത്തിന്റെ വഴിയിൽ കൂടെ, ദൈവത്തിന്റെ താല്പര്യപ്രകാരം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കേണ്ടതിന് ഈ മോശയെ തന്നെ ദൈവം നിയോഗിക്കുന്നു. അപ്പം ഈ ഫറവോൻ രാജാവിന്റെ കോപം ഭയപ്പെടാതെ ഈ മോശ മിസ്രൈം വിട്ടു പോന്നു എന്നാണ് നമ്മളിവിടെ വായിച്ചത്. അതിന്റെ അടുത്ത വാക്യം വായിക്കുന്നു, വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയുമായിരുന്നു. 10ാമത്തെ ബാധയാകുന്ന കടിഞ്ഞൂൽ സംഹാരം എന്നുള്ളത് കാര്യം നമുക്ക് അറിയാം, ഞാൻ ചിന്തിക്കുന്നു. മിസ്രൈമിൽ ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടി 9 അത്ഭുതങ്ങൾ ചെയ്തിട്ടും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ദൈവം ഒരുവിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയും അതേ കഠിനപ്പെട്ട കുറ്റത്തിന് വേണ്ടി ദൈവം അവനെ ശിക്ഷിക്കുകയും ചെയ്യുന്നു എങ്കിൽ തീർച്ചയായും ദൈവം നീതിമാനാകത്തില്ല. നമ്മൾ വായിക്കുന്നത് ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി.
ദൈവം തന്നെ ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയും ആ കഠിനപ്പെട്ട കാര്യത്തിന് ഫറവോനെ ദൈവം ശിക്ഷിക്കുകയും ചെയ്താൽ തീർച്ചയായും ദൈവം നീതിമാനല്ല, ന്യായാധിപതിയല്ല. അപ്പോ എന്താണ് മോശയുടെ ഹൃദയം ദൈവം കഠിനപ്പെടുത്തി എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.